ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ ഇൻഡെക്സസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മൾ ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം നമ്മൾ ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. സോ നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. ഓക്കെ, സോ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞായിരുന്നു? ലാസ്റ്റത്തെ വീഡിയോ ഇൻട്രഡേ പർപ്പസിൽ ഞാൻ ഇത് തന്നെ ഷെയർ ചെയ്തായിരുന്നു. നമ്മുടെ ഈ ലെവൽ 23,100 നിയർ വരുവാണെങ്കിൽ വീണ്ടും ഒരു ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. റീസൺ ഇവിടെ നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സ്മോൾ ടൈം ഫ്രെയിമിലായിട്ടുണ്ടായിരുന്നു, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. സോ ആ ബേസിൽ പ്രൈസ് മുകളിൽ പോയാലും താഴേക്ക് ഒരു സപ്പോർട്ട് എടുക്കാൻ വരും. ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഏരിയ, ഇവിടെ ഒരു FEG ഗ്യാപ്പ് പറയാം, ഓർഡർ ബ്ലോക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ OB ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആ ഒരു ഈ ഏരിയയിൽ. ഓക്കെ, സോ അതാണ് ഞാൻ ഈ ഒരു ഏരിയ നമ്മൾ സജസ്റ്റ് ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് ഈ 23,100 ഈ റേഞ്ച് വരികയാണെങ്കിൽ വീണ്ടും ഇവിടെ നിന്ന് ബൗൺസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ബൗൺസ് എവിടെ വരെ പോകും? 23,995 വരെ, 295 വരെ പോകും. ബട്ട് അത് അവിടെ വരെ പോകാതെ കുറച്ച് പോയിൻറ്റ്സ് കുറഞ്ഞായിരുന്നു കേട്ടോ. 70 വരെയാണ് പോയതുള്ളൂ. ഓക്കെ, സോ എന്തായാലും ബൗൺസ് എന്തായാലും വന്നിട്ടുണ്ട്. ഇനി നാളത്തെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഒത്തിരി ലേറ്റ് നൈറ്റായി എന്ന് ഞാൻ ആക്ച്വലി ടയർഡും ആയിരുന്നു, കുറച്ച് ബിസിയാണ്. സോ അതുകൊണ്ട് വീഡിയോ ഇത്ര ലോങ് ഉണ്ടാക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഷെയർ ചെയ്തേക്കാം ലെവൽസ് കാര്യങ്ങളൊക്കെ. നാളത്തെ ലെവൽസ് നമുക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നാളെ ഫസ്റ്റ് ഇന്നത്തെ ഡേ ലോ അത് വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ മാറുകയുള്ളൂ നാളത്തേക്ക്. ഇത് ഡിലീറ്റ് ചെയ്തേക്കാം. വീണ്ടും ഇവിടെ വന്ന ബൈങ് ജനറേറ്റ് ആവേണ്ടതാണ്. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൗണ്ടിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് 1 2 3 ആണ്. ആൻഡ് ദെൻ 4 വീണ്ടും വന്നാൽ ബൈങ് ജനറേറ്റ് ആവേണ്ടതാണ്. ബൈങ് വീണ്ടും ജനറേറ്റ് ആയിട്ട് വീണ്ടും ഒരു ലെഗ് മുകളിലേക്ക് പോകേണ്ടതാണ്. സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഞാൻ ഫിബ് വെച്ച് ജസ്റ്റ് ഒന്ന് ഷെയർ ഒന്ന് ചെയ്യാൻ നമ്മുടെ ലെവൽ. ഇപ്പോൾ ലേറ്റസ്റ്റ് ലെഗ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ഹൈ ആൻഡ് ഇന്നത്തെ ലോ. ലേറ്റസ്റ്റ് ലെഗിന് നമ്മൾ 61.80% ഇവിടെ വരണേ കറക്റ്റ് 23,090 കണ്ടോ, ഇവിടെയാണ് വരെ. ഓക്കെ, താഴെ വന്നാലും മാക്സ് ഏത് ഏരിയ നമ്മൾ വരുന്നത് അത് ഈ ഒരു ഏരിയയാണ് 23,030. സോ അവിടെയും ഒരു ട്രാപ്പ് ബൈങ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു ബൈങ് ജനറേറ്റ് ആവുകയില്ല എന്ന് അതാണ് നോക്കേണ്ടത്. 23,090 അത് ബ്രേക്ക് ചെയ്യാതെ പിന്നെ ഇവിടെ നിന്ന് ശരിക്കും ബൗൺസ് വരേണ്ടതാണ് യൂഷ്വലി. കാരണം നമ്മുടെ ഈ ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ് ഇപ്പോൾ ഉള്ളത്. സോ ഈ എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ടാർഗറ്റ് ഇവിടെ തന്നെയാണ്. യൂഷ്വലി ഞാൻ പറഞ്ഞേക്കാം, ഈ ബേസിൽ ട്രേഡ് ഇപ്പോൾ ആരും എടുക്കേണ്ട, ഞാൻ പറയാം. എന്നുവെച്ചാൽ ഒത്തിരി ട്രാപ്പി, കാരണം നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡെയിലി ടൈം ഫ്രെയിമിൽ താഴത്തെ ടാർഗറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. സോ മേ ബി അത് ഇന്ന് നാളെ എപ്പോഴെങ്കിലും വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 50-50 ചാൻസസ് ആണ് ഓക്കെ ഇപ്പോൾ ഉള്ളത്. എന്നുവെച്ചാൽ ഇനി ഈ മൺഡേ ആൻഡ് പിന്നത്തെ മൺഡേ, ദാറ്റ് മീൻസ് ഈ വരുന്ന മൺഡേ ഒരു ന്യൂസ് ബേസ്ഡ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും നമ്മുടെ ഈ വരുന്ന മൺഡേ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മൺഡേ നമ്മുടെ കാരണം മറ്റേ ഇതാണല്ലോ ഫസ്റ്റ് ബഡ്ജറ്റാണ് 1-ാം തീയതി. സോ 1-ാം തീയതി ട്രേഡ് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ്, സൺഡേ ആൻഡ് തേർഡ് ആയിരിക്കും. സോ മേ ബി ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ചിലപ്പോൾ അത് സഡൻ ഒരു സ്പൈക്ക് ബഡ്ജറ്റിൽ ചിലപ്പോൾ ആവാം, നല്ല ഒരു വോളറ്റൈൽ ആവാം. അല്ലെങ്കിൽ ഈ വരുന്ന മൺഡേ ഒരു ന്യൂസ് ബേസ്ഡ് മാർക്കറ്റ് ഉണ്ട്. സോ ശ്രദ്ധിക്കുക. ഈ ലെവൽ വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. എന്തായാലും നല്ലൊരു ഏരിയ തന്നെ നമ്മൾ റെഡിയായി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു പർപ്പസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, സോ ഇനി 50 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പറഞ്ഞാൽ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ നമ്മുടെ, ഈ ഒരു പാറ്റേൺ യൂഷ്വലി എങ്ങനെ പോകാറുണ്ടെന്ന് പറയാം. 1 2 3 4 5 മുകളിൽ പോകും. മുകളിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും ഒന്ന് താഴേക്ക് ഇടുമ്പോൾ വരും. മനസ്സിലായോ? ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 3 4 5th മുകളിലേക്ക് കൊണ്ടുപോകും. അത് എവിടെ വരെ കൊണ്ടുപോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് യെസ്, 23,430 ആൻഡ് 500 600 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് ചിലപ്പോൾ ഫേക്ക് ബ്രേക്കൗട്ട് കാണിച്ച് വീണ്ടും താഴേക്ക് ഇടാനുള്ള ചാൻസസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു ട്രാപ്പിംഗ് ഉണ്ടാവും. എന്നിട്ട് അത് നാളെ തന്നെ ഉണ്ടാവുന്നില്ല. നാളെ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈഡേ ആയില്ലേ. മേ ബി ചിലപ്പോൾ ഒരു മൺഡേ ന്യൂസും വരാനുണ്ട്. സോ ആ ഒരു ബേസിൽ നിന്ന് കോഷ്യസായി നിൽക്കുക. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ ലോ ബ്രേക്ക് ആവുന്നവരെ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല. ഈ ലോ ബ്രേക്ക് ആയാൽ പിന്നെ ഫോർത്ത് നമ്മുടെ ടാർഗറ്റ്സ് റെഡി ആയിരിക്കും. ഈ ഏതാ 23,820 ആൻഡ് താഴത്തെ 23,550. ഇത് ഫുൾ ഒരു സോണാണ് കേട്ടോ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി സെയിം ഇത് തന്നെ കണ്ടോ. ബാങ്ക് നിഫ്റ്റി എക്സ്പാൻഡിങ് ട്രയാങ്കിൾ തന്നെയാണ്, വേറെ ഒന്നും ഇല്ല. ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ഒന്നും നടന്നില്ല ഇന്ന്, ഒന്നും നടന്നില്ല. ബാങ്ക് നിഫ്റ്റി ഫുൾ സൈഡ് വേസ് ആയിരുന്നു. സോ ഇതൊക്കെ എല്ലാം അത് തന്നെയാണ്. ഇത് മീൻസ് റെഡി ആയിക്കൊണ്ടിരിക്കണം എല്ലാ സെറ്റപ്പ്. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇപ്പോൾ കൈയിടേണ്ട, സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ട്രേഡ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഒന്നും ഒരു ബേസ് ഉണ്ടാക്കട്ടെ. ബേസ് എങ്ങനെ എളുപ്പത്തിനും ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് ഇടും. എന്ന് വെച്ചാൽ ഇപ്പോൾ പൊസിഷൻസ് എല്ലാവരും ബഡ്ജറ്റ് ബുളിഷ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും പൊസിഷൻ ഉണ്ടാക്കാൻ തുടങ്ങി, റൈറ്റ്? സോ ആ ബേസിൽ ഇവർ എന്ത് ചെയ്യും, ചിലപ്പോൾ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മുകളിൽ കൊണ്ടുപോകും. ഓക്കെ, ഈ പാറ്റേൺ അങ്ങനെ തന്നെയാണ്. 2ൻ്റെ പാറ്റേൺ ഇങ്ങനെ തന്നെ, 2 ഇൻഡെക്സിൻ്റെ പാറ്റേൺ ഇങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാണ് 1 2 3 4 5 5th മൂവ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. 5th മുകളിലേക്ക് തന്നെ പോകും. ആൻഡ് ദെൻ വീണ്ടും ചിലപ്പോൾ അല്ല, യൂഷ്വലി ഈ പാറ്റേൺ എങ്ങനെയാണ്, പിന്നെ ഡംപ് ചെയ്യും. അങ്ങനെയാണ് ഈ എക്സ്പാൻഡ് ട്രയാങ്കിൾ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, എല്ലാവരും കൂടി ഗൂഗിൾ ചെയ്യ്. ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ, നിങ്ങൾ സെർച്ച് ചെയ്താലല്ലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ലേറ്റസ്റ്റ് ലെഗിൽ നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ 5th ഇങ്ങനെയാണെന്ന് നോക്കാറുള്ളൂ. 127%, റൈറ്റ്? കണ്ടോ, 50,000 15 ഇയർ. സോ ആ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ്, ഈ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് എല്ലാം ഏകദേശം ഒരു മാച്ച് ചെയ്യും. സോ മേ ബി ഒരു 50,000 വരെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയൊക്കെ ഒരു ഓൾമോസ്റ്റ് ആ ഒരു കാൽക്കുലേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇതിനകത്ത് വേറെ എനിക്ക് പറയാനൊന്നുമില്ല. ലേറ്റസ്റ്റ് റെസിസ്റ്റൻസ് ഈ ഒരു ഡേ ഹൈ, ഇന്നത്തെ ഡേ ഹൈ ആയി. ഇപ്പോൾ ആർക്കെങ്കിലും നോക്കാനാണെങ്കിൽ ലേറ്റസ്റ്റ് ഇത് ഓക്കെ, പ്രൈസ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് എടുത്തതാണ്, കണ്ട. പിന്നെ നമ്മുടെ ടെൽമ ചെയ്യാൻ 5 minutes ടൈം ഫ്രെയിമിൽ ചോദിച്ചായിരുന്നു. ഇത് പീനിയൻ പാറ്റേൺ ഫോം ആയിക്കോട്ടും. മൂവ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 2 3 മൂവാണ് തന്നെ. 4th മൂവ് ഇനി ചിലപ്പോൾ ഒരു മൂവ് മുകളിലേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിലിപ്പോൾ ഇനി ഇതൊരു കറക്റ്റീവ് പാറ്റേൺ ആണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ അത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് അതുപോലും വന്നിട്ടില്ല. ഞാനത് ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അത് താഴേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ മൂവ് മുകളിലേക്ക് പോകുന്നത്. സോ എന്തായാലും മൂവ് 5 ആയിരിക്കും. ബട്ട് ഇതുപോലത്തെ നമ്മളെ ലീഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ പോലത്തെ മൂവ് അല്ല. ഓക്കെ, 1 2 3 4 5 അതൊരു വേറെ ഇച്ചിരി ടിപ്പിക്കൽ മൂവ് ആയിരിക്കുള്ളൂ കേട്ടോ. നമുക്കത് ഇൻ ഫ്യൂച്ചർ സ്ലോലി ഡിസ്കസ് ചെയ്യും. അത് നിങ്ങൾ അതൊന്ന് റെഡിയാക്കിക്കോ കേട്ടോ. നോർമൽ നമ്മുടെ നോർമൽ ഞാൻ വീഡിയോസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ എലിയറ്റ് വേവിൻ്റെ 2 വീഡിയോസ്. ഒന്ന് കണ്ട് ബൈ ഹാർട്ട് ആവണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം ഉണ്ടാവില്ല. നല്ലപോലെ കാണണം, നല്ലപോലെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈവ് മാർക്കറ്റിൽ, എന്നിട്ടേ അത് ശരിയാവുള്ളൂ. ഇനി നമുക്ക് സെൻസെക്സിൽ കിടക്കാം. സെൻസെക്സിൽ ഇങ്ങനെ തന്നെയാണ് 1 2 3. ഓക്കെ, 1 2 3 ഓൾമോസ്റ്റ് റെസിസ്റ്റൻസാണ് ഇന്നലത്തെ ആ റെസിസ്റ്റൻസ് ഉണ്ടാകും. സോ ഡിപ്പ് ഇനി 3 ഇൻഡെക്സിൽ ആസ് പെർ മീ ചെറിയൊരു ഡിപ്പ് വരാനുള്ളതാണ്. ഓക്കെ, 1 2 3 4 താഴേക്ക് വന്നിട്ടാണ് 5th ബൈ ആവുള്ളൂ. സോ മോർണിംഗ് നാളെ ചിലപ്പോൾ ഡിപ്പ് തന്നെ വീണ്ടും ഒരു ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും. ബട്ട് അത്ര വലിയ ഹ്യൂജ് ട്രേഡൊന്നും ഇല്ല. എല്ലാ ഇൻഡെക്സിൻ്റെ എല്ലാ ഇൻഡെക്സിൻ്റെ ലേറ്റസ്റ്റ് ലോ ഇല്ലേ, ലേറ്റസ്റ്റ് ലോ 3 ഇൻഡെക്സ് ഞാൻ ഇപ്പോൾ കാണിച്ച ലേറ്റസ്റ്റ് ലോ അത് SL ആയിരിക്കുള്ളൂ. മറക്കേണ്ട, അത് SL ആയിരിക്കും. എന്നിട്ടാണ് നമുക്ക് ഫർദർ അപ്സൈഡ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 3 ഇൻഡെക്സിൻ്റെ അങ്ങനെ തന്നെയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ലോ. ദാറ്റ് മീൻസ് ഈ സെൻസെക്സിൻ്റെ ലോ ഇതാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ലോ SL ആയിട്ട് ഇതായിരിക്കും. ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ നിഫ്റ്റിയിൽ ഇത് തന്നെ, ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, മുകളിൽ പോയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഫുൾ ഇത് ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. മുകളിൽ വരെ പോകണുള്ളൂ. ഓക്കെ, ഈ ഏരിയയിൽ നിങ്ങൾ മാറണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറേണ്ടതാണ്. ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യേണ്ട. ഈ വോളറ്റിലിറ്റി അതൊരു ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടി ഒന്നും കഴിയട്ടെ. കാരണം വെച്ചാൽ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒത്തിരി പേര് വലിയ പൊസിഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം ഇനി ഈ പ്രാവശ്യം ചിലപ്പോൾ ബഡ്ജറ്റിൽ നല്ലതുണ്ടാകും. നമ്മുടെ കാലം ബെറ്റർ, കുറച്ചുകൂടി അപ്പർ ഒരു അങ്ങനത്തെ ആളുകളുണ്ടാവുമല്ലോ. സോ അവർ അത്യാവശ്യം ഫണ്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പൊസിഷനൊന്നും ഉണ്ടാക്കി വയ്ക്കും ബഡ്ജറ്റിൻ്റെ. സോ അവരുടെ SL ഹണ്ട് ചെയ്യാൻ വീണ്ടും, കാരണം നമ്മളെ ടാർഗറ്റും കംപ്ലീറ്റ് ആയിട്ടില്ല താഴത്തെ. അപ്പോൾ അവരുടെ SL ഹണ്ട് ചെയ്യാൻ പ്രൈസ് ചിലപ്പോൾ മുകളിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യും. ഓക്കെ, പാറ്റേണും അതുപോലത്തെയാണ്. ഇത് എക്സ്പാൻഡിങ് പാറ്റേൺ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, എക്സ്പാൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഗൂഗിൾ ചെയ്യുക. കുറച്ചുകൂടി ഐഡിയ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കിട്ടും. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല എനിക്ക്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.